നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ഈ വിഷമമൊക്കെ മാറും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അനക്കേ നീ ഇങ്ങോട്ട് വന്നേ. അർച്ചനടുത്തി, ഞാൻ പോയിട്ട് പിന്നെ വരാം. ദേ, നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? നിന്റെ ചേച്ചി ഞാനാ. ഞാൻ പറയുന്നത് വേണം നീ കേൾക്കാനും അനുസരിക്കാനും. അല്ലാതെ നിന്റെ തോന്നിയാസൊന്നും ഇവിടെ നടക്കില്ല. വാ ഇങ്ങോട്ട് വരാൻ. എന്താടി, എന്താ നിനക്ക് അവളുമാരായിട്ട് ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? നിനക്ക് പറയാനുള്ളതൊക്കെ നീ എന്നോട് പറ. പരിഹാരം ഞാൻ കണ്ടുപിടിച്ചുതരാം. ദേ അനക്കെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ശത്രുക്കളായിട്ടാ നീ കൂട്ടുകൂടിയിരിക്കുന്നത്. അതെനിക്കോ നിനക്കോ നല്ലതിനല്ലെന്ന് നീ മനസ്സിലാക്കിക്കോ. പിന്നെ ഞാൻ അജയനെ കണ്ടിട്ടാ വരുന്നത്. നിന്റെ വിവാഹം ഉറപ്പിച്ചിട്ട്. നിന്റെ ഇഷ്ടവും താല്പര്യവും നോക്കിയിരുന്ന എന്റെ പല കാര്യങ്ങളും നടക്കാതെ വരും. ഇവിടത്തെ സന്ദീപ് എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ടവനേക്കാൾ നല്ലതാ അജയൻ. അജയൻ എനിക്ക് നിനക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുത്തെ പ്രേമിച്ച് വയറ്റിലുണ്ടാക്കി കൊടുത്തതിനേക്കാൾ അന്തസ്സുണ്ട് അജയന്. അവൻ മാന്യമായി നിന്നെ വിവാഹം കഴിക്കട്ടെ എന്നാ ചോദിച്ചത്. അവൻ ചോദിച്ചതല്ലല്ലോ. ചേച്ചിയുടെ ആവശ്യത്തിന് അവന് ഉപകരിച്ചപ്പോ അവൻ ആവശ്യപ്പെട്ടല്ലേ? അതെ, അങ്ങനെ തന്നെ. ഇനി അവനെ കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കോ. അവൻ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ചെയ്താ അവൻ കൊണ്ട് തിരിയും. പിന്നെ ഞാനും നീയൊക്കെ അകത്താ. വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ ഇതിനേക്കാളും വലിയ ക്രിമിനലിനായിരിക്കും നിനക്ക് കിട്ടുന്നത്. പിന്നെ കൊലപാതകി എന്ന പേരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ അജയനെ വിവാഹം കഴിക്കാൻ സമ്മതിക്ക്. എന്നിട്ട് അവനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അനക്കെ, അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടം കാണും. അല്ലെങ്കിൽ അവൻ നിന്നെ കെട്ടണമെന്ന് വാശി പിടിക്കുമായിരുന്നു. അതാ ഞാൻ ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചതും തീരുമാനിച്ചതും. അത് ചേച്ചി മാത്രം തീരുമാനിച്ചാ പോരല്ലോ. എന്റെ കഴുത്തിൽ ആര് താലി കെട്ടണമെന്നും ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്നും ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവനെ കെട്ടുന്നതിനും ഭേദം ജയിലാണെന്ന്. ചേച്ചി ഒരു കാര്യം ചെയ്യും. മുഴുവൻ കുറ്റങ്ങളും ഞാനാണ് ചെയ്തതെന്നുള്ളതിന് തെളിവുണ്ടാക്കുക. കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ചേച്ചി ചെയ്ത മുഴുവൻ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്ത് കീഴടങ്ങിക്കോളാം. അതാണ് ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടതെങ്കിൽ സന്തോഷത്തോടെ ഞാൻ എന്നെ സമ്മതിച്ചേനെ. അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ കൂടെ ജീവിക്കാനല്ല നിർബന്ധിക്കേണ്ടത്. ചേച്ചി പറയുന്നതെല്ലാം അനുസരിച്ച് കൂടെ നിന്നിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ. ഇനി നിൽക്കാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് കൂടുതൽ സഹിക്കട്ട. ഞാൻ എല്ലാവരോടും എല്ലാം വിളിച്ചു പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.